ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ്. ബോഡി ബിൽഡിംഗ് സെന്ററിൽ മോഷണം നടത്തിയതിനാണ് കേസ്. വിലപ്പെട്ട രേഖകളും 10,000 രൂപയും മോഷ്ടിച്ചെന്നാണ് പരാതി. ജിൻഡോ ജിമ്മിൽ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി. പാലാരിവട്ടം പോലീസാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ജിൻഡോ ബിഗ് ബോസിലെ ഒരു താരമായിരുന്നു. ബിഗ് ബോസിലെ ഒരു താരം എന്ന രീതിയിൽ മാത്രമാണ് ഈ കൂതറേനെ അറിയപ്പെടുന്നത് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, PR വർക്ക് കൊണ്ട് ജയിച്ചു വന്ന ഒരു കൂതറ, തനി കൂതറ. ഒരു ലഹരി കേസിൽ ആളെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചിരുന്നു. അതിനുശേഷം പറയാ പല ആളുകളെ അങ്ങനെ വിളിക്കാറുണ്ട്, അയച്ചിട്ട് ഞാനതിന്റെ ആളൊന്നല്ലോ എന്നാ പറഞ്ഞത്. അതും സംശയമുണ്ട്. അതുകൂടാതെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് മറ്റൊരു കേസുണ്ട്. ആ ഒരു പെൺകുട്ടി തന്നെയാണ് ഈ ഒരു സ്ഥാപനത്തിലെ ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്ത പെൺകുട്ടി. ഇവന്റെ കയ്യിൽ നിന്ന് ലീസിനെടുത്ത ഒരു ജിമ്മാണ്. ആ ഒരു ജിമ്മിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അത് എടുത്ത് വൃത്തിയാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇവൻ വന്ന പെണ്ണിനെ പരമാവധി ചൂഷണം ചെയ്തു എന്നുള്ളതാണ്. അതൊന്നും കൂടാതെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ജാമ്യം കിട്ടിയത്. ജാമ്യത്തിലെ ഉപാധി എന്താണെന്നറിയോ? ഈ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചതിന് ആ ഒരു സ്ഥലത്ത് പോലും, ജിമ്മിൽ പോലും വരാൻ പാടില്ല എന്നുള്ളതാ. അതായത് കോടതി അലക്ഷ്യമാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ വാർത്ത കാണാം. എന്നതിന് ശേഷം നമുക്കൊന്ന് പറയാം. ുള്ള ബോഡി ക്രാഫ്റ്റ് ബോഡി ബിൽഡേഴ്സ് എന്ന ജിംനേഷ്യം, അത് ജിൻഡോയുടെ തന്നെ ജിംനേഷ്യമാണ്. ഒരു വർഷം മുൻപാണ് ജിൻഡോ ഇത് ലീസിന് നൽകുന്നത്. ഇത് ലീസിന് നൽകിയതിനു ശേഷം ഈ ജിം ഉടമയുമായി ജിൻഡോയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ജിം നടത്തിപ്പുകാരി ജിൻഡോയ്ക്കെതിരെ ഒരു പീഡന പരാതി നൽകിയിരുന്നു. ജിൻഡോ ഇവരെ ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള തരത്തിലൊരു പീഡന പരാതി നൽകിയിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസമാണ് ജിൻഡോയ്ക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത്. ഇന്നലെ പുലർച്ചെയാണ് ജിൻഡോ ഈ ജിമ്മിൽ ഡ്യൂപ്ലിക്കേറ്റ് കീയിട്ട് ഈ ജിമ്മിൽ കയറുന്നത്. ഇന്നലെ പുലർച്ചെ CCTV സ്റ്റാമ്പിംഗിൽ കാണാം. 18-ാം തീയതി പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ജിമ്മിൽ കയറുന്നത്. ജിമ്മിൽ കയറിയ ശേഷം ജിൻഡോ അവിടെ നിന്ന് ചില വിലപിടിച്ച രേഖകളും ജിമ്മുമായി ബന്ധപ്പെട്ട ജിം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില രേഖകളും 10,000-ലധികം രൂപയും മോഷ്ടിച്ചു എന്നുള്ളതാണ് പരാതി. പാലാരിവട്ടം പോലീസിലാണ് ജിം നടത്തിപ്പുകാരി ഈ പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ CCTV ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് കയറിയ ജിൻഡോ അവിടെയുള്ള CCTV ക്യാമറ നശിപ്പിച്ചു എന്നും പരാതിയുണ്ട്. അങ്ങനെ ഈ CCTV ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയ ശേഷമാണ് ഇന്നലെ പാലാരിവട്ടം പോലീസ് ജിൻഡോയ്ക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഈ കൂതറക്ക് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കുറെ മണ്ണന്മാരുണ്ട്, പറയാം മണ്ണന്മാര്. ആ ഒരു പെൺകുട്ടിക്ക് ഒരു എഗ്രിമെന്റ് പ്രകാരം ലീസിന് ഈ ബിൽഡിംഗ് കൊടുക്കുകയാണ്. ആ ഒരു ബിൽഡിംഗിലേക്ക് പിന്നെ ഇവന് കയറി ചെല്ലുമ്പോൾ ഇവന്റെ സ്ഥാപനമല്ല, അത് ആ ഒരു സ്ത്രീയുടെയാണ് അല്ലെ. ആ ഒരു സ്ത്രീ നല്ല രീതിയിൽ സ്ഥാപനം കൊണ്ട് നടക്കുന്നു, നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നു. ഇതറിഞ്ഞ് ഈ ഒരു മൊണ്ണ അവിടെ ചെന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ വൃത്തികെട്ട രീതിയിൽ അപ്രോച്ച് ചെയ്തു. സാമ്പത്തികമായിട്ടും പിന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആ ഒരു പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. പക്ഷെ ആളെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആളിങ്ങനെ നടക്കുകയാണ്, കറങ്ങി തിരിഞ്ഞ് ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട്, ഓരോ പരിപാടിക്ക് പോകുന്നുണ്ട്, എന്നാൽ അറസ്റ്റ് ഇല്ല. അവസാന ആള് ജാമ്യത്തിലിറങ്ങി. ആ ഒരു ജാമ്യത്തിലെ ഉപാധിയാണ് ഈ ഒരു ജിമ്മിലേക്ക് ഇനി ചെല്ലരുത് എന്നുള്ളത്. എന്നിട്ടാണ് കള്ളനെ പോലെ ഇപ്പൊ ആളുകൾ പറയും സ്വന്തം ജിമ്മിലേക്കല്ലേ പോകുന്നത്, സ്വന്തം ജിമ്മിലേക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു ക്ലിപ്പ് ഞാൻ ഇട്ടുതരാം. ഇയാൾ ജിമ്മിന്റെ ഉള്ളിൽ കയറി കാണിച്ചു കൂട്ടുന്ന പരിപാടിയാണ്. ഒന്ന് കണ്ടോക്കി നിങ്ങൾ. അതാ ആദ്യം ഒന്ന് ഉള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ടേ. എന്നതിന് ശേഷം പതുക്കെ തന്റെ കയ്യിലുള്ള ചാവി എടുത്ത്, പെൺകുട്ടിയുടെ കയ്യിൽ വേറെ ചാവിയുണ്ട്, ഓന്റെ കയ്യിൽ വേറെയും ചാവിയുണ്ട്, അതെടുത്ത് അകത്തേക്ക് കയറി. പിന്നെ ആരെങ്കിലും കയറി വരുന്നുണ്ടോ എന്ന് അറിയണമല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും വന്നാല് അത് വീണ്ടും പഴയ പോലെ വന്ന് കൂട്ടി. എന്നതിന് ശേഷം ക്യാമറ ഇല്ലാത്തൊരു ഭാഗത്ത് പോയിട്ട് ആളാണ് മുട്ടുകുത്തി. എന്തുണ്ടാക്കാൻ മുട്ടുകുത്തി എന്നറിയോ? സ്വന്തം സ്ഥാപനക്കാരനെ കക്കാനല്ലല്ലോ കയറി. ഇത് പതുക്കെ അതാ മുട്ടുകുത്തി എഴഞ്ഞഴിഞ്ഞ് ആപ്സിനുള്ള വർക്കൗട്ടാണല്ലോ ചെയ്യുന്നത്. നടന്ന് പോയിട്ട് ക്യാമറ ഇടയിൽ കൂടെ ഒക്കെ നോക്കുന്നുണ്ട്. എന്നിട്ടോ അകത്ത് കയറി ചെന്നിട്ട് ഈ കൂതറ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10,000-ന് മുകളിൽ പൈസ, എത്രയും നമുക്കറിയില്ല, 10,000-ന് മുകളിൽ പൈസ എടുത്ത് കട്ടിട്ടുണ്ട്. ഈ ബിഗ് ബോസിൽ നിന്നൊന്നും കിട്ടിയില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. വല്ലാത്തൊരു സാധനം തന്നെ കേട്ടോ. എന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ച വല്ല വീഡിയോസോ CCTV ക്യാമറ ഫുട്ടേജ് ഒക്കെ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ ഹാർഡ് ഡിസ്ക് കട്ടാനൊക്കെ പോയതാവും. ഇപ്പൊ ഇതിനെ ന്യായീകരിക്കരുത്. ഇവൻ തനി കൂതറയാണ് എന്ന് പല ആളുകളും കമന്റ് ബോക്സുകളിലൂടെ പറഞ്ഞിരുന്നു. അതായത് കൂതറയുടെ കൂതറ. സീക്രട്ട് ഏജന്റ് നമ്മുടെ സായി തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൊരു വീഡിയോയില്. അതായത് ഇവന് ഗുണ്ടകളുമായിട്ടൊക്കെയാണ് ലിങ്ക്. കത്തിവീശൽ മറ്റേ ടീം ഗുണ്ടായിസ് അല്ലേ, ഞങ്ങൾ അങ്ങനത്തെ കിടിലൻ ടീമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സായിനൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അത്രേ. സായിക്ക് അത് ഡാഷ് ആണെന്ന് സായി അപ്പൊ തന്നെ പറഞ്ഞു. ഇപ്പൊ സായി കൃത്യമായിട്ട് ഇതിനെ കുറിച്ച് അന്വേഷണം നടത്തി. അപ്പൊ പറയാ ഈ ഒരു പെൺകുട്ടിയെ വൃത്തികെട്ട രീതിയിൽ അപ്രോച്ച് ചെയ്തു, ആ പെൺകുട്ടി കേസ് കൊടുത്തു. എന്നിട്ടും അവൻ ഈ ഒരു വൃത്തികേട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ നമ്മൾ ഈ ഒരു ബിഗ് ബോസിൽ കാണുന്ന പല ആളുകളും എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനകത്ത് പോയിട്ട് പോലും ഡ്രാമ കളിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഇയാളെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കണ്ടസ്റ്റന്റ് വളരെ മാന്യമല്ലാത്ത രീതിയിലൊരു വസ്ത്രം, മാന്യമല്ല എന്നല്ല, ഒരു വൾഗ വസ്ത്രം ഇട്ട് അതിനെക്കുറിച്ച് ഇയാൾ ചോദ്യം ചെയ്തു. ഒരുപാട് വീട്ടമ്മമാര് കാണുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അവർ ജിൻഡോക്ക് സപ്പോർട്ട് ചെയ്തു. അപ്പൊ ജിൻഡോ പറയുന്ന പല കാര്യങ്ങളും പല ആളുകൾക്കും താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ജിൻഡോ കപ്പടിക്കുന്നത്. പിന്നെ ജാസ്മിൻ ഗബ്രി ആ ടീമിനോട് താല്പര്യമില്ലായ്മയും ജിൻഡോയെ കപ്പടിപ്പിക്കാൻ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് ആള് ജയിച്ചു. പക്ഷെ ആളകത്ത് കാണിക്കുന്ന കാര്യമില്ല, പിന്നെ പുറത്ത് കാണിച്ചിട്ടുള്ളത് വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റാണ്.
വെറുപ്പിക്കല്, പിന്നെ ലഹരി കേസിൽ എന്തോ അന്വേഷണം, അത് കഴിഞ്ഞ് പീഡന കേസിൽ ഇപ്പൊ ഇതാ പെൺകുട്ടിയുടെ അടുത്ത കേസിൽ വീണ്ടും ആള് അകത്ത് പോകാൻ പോകും. അതെന്തായാലും വലിയ കേസാണ്. പക്ഷെ ജാമ്യം കിട്ടി ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും ഇനി സപ്പോർട്ട് ചെയ്യല്ലേ. PR ടീമിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇയാളെ PR ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം ആസനം, ഞാൻ പറയുന്നില്ല, ആ ഒരു സംഭവമാണ് നല്ലത്. അതേ പറയാനുള്ളൂ കേട്ടോ. സ്വന്തം സ്ഥാപനത്തിലേക്ക് മുട്ടിലിഴഞ്ഞ് ആപ്സിന് വർക്കൗട്ട് ചെയ്ത് പോയിട്ട് ആരെയും ഉപദ്രവിക്കാതെ കുറച്ച് പൈസയും എന്തൊക്കെയോ ഡാറ്റ എടുത്തു. ഇത് വലിയ തെറ്റാണോ? സ്വന്തം സ്ഥാപനമല്ലേ. ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവങ്ങൾ വരുമ്പോഴേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും വരാം പുതിയ വാർത്താ വിശേഷങ്ങളും. സന്ദീപ് പോൾ സൈനിങ് ഓഫ്.